Okay, good morning all. Let us continue with our second part of financial management module 2. Okay, which means financial decisions. Finance structure. It refers to the way the company assets are financed. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ലോങ് ടേം സോഴ്സും ഷോർട്ട് ടേം സോഴ്സിനും ജനറേറ്റ് ചെയ്ത് മൊത്തം ഫണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൈനാൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് റെപ്രസെൻറ്റ്സ് ഓൾ ദ ലോങ് ടേം സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഷോർട്ട് ടേം സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ഫൈനാൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റീസ്. ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലസ് കറന്റ് ലയബിലിറ്റി ആണ് ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് വാട്ട് ഫൈനാൻഷ്യൽ സ്ട്രക്ചർ ഈസ്. ഇറ്റ് റെഫേഴ്സ് ദ വേരിയസ് വേസ് ആൻഡ് മീൻസ് ഓഫ് റേസിങ് ഫണ്ട്. വേരിയസ് മീൻസ് ആൻഡ് വേസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം സോഴ്സും ലോങ് ടേം സോഴ്സിൻ്റെയും എന്താ കോമ്പിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും കമ്പൈനിങ് ആണ് എന്ത് ഫൈനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, capitalization means what? It is the total amount of capital raised through shares and debenture, bonds, loans and retained earnings. See, total amount of long-term sources of funds. ഈ ഒരു ഫണ്ട്സിനെ ലോങ് ടേം ഫണ്ട്സിനെ ജനറേറ്റ് ചെയ്ത് അതിൻ്റെ ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട്, അതായത് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്സിൻ്റെ ടോട്ടൽ എമൗണ്ടിനെ ജനറേറ്റ് ചെയ്തിട്ടുള്ള ആ എമൗണ്ടിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഫണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. Let us see the difference between capital structure and financial structure. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഫൈനാൻഷ്യൽ സ്ട്രക്ചറും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ. Now let us see the difference. See the first one. It refers to the mix of sources from which the long-term funds are procured. That what capital structure, right? Financial structure, it refers to the way in which a firm's assets are financed. Okay, financial structure എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു ഫേമിൻ്റെ എല്ലാ അസറ്റ്സും എന്താ? ഇറ്റ് റെഫേഴ്സ് ടു ദ വേ ഇൻ വിച്ച് എ ഫേംസ് അസറ്റ് ആർ ഫൈനാൻസ്ഡ്. അതായത് നമ്മുടെ എല്ലാ അസറ്റ്സും ബെറ്റർ വേയിൽ ഫൈനാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഫൈനാൻഷ്യൽ സ്ട്രക്ചർ എന്നുള്ളതും. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് മിക്സ് ഓഫ് സോഴ്സസ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഇതൊക്കെയാണ് നമ്മുടെ മിക്സ്. റിറ്റെയിൻഡ്, ഓക്കെ, ലോങ് ടേം ലോൺസ്, ഇതൊക്കെയാണ് നമ്മുടെ സോഴ്സസ് എന്ന് പറയും. ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അസറ്റ്സ് ഒരു ഫേമിൻ്റെ അസറ്റ്സ് നല്ല രീതിയിൽ ഫൈനാൻസ്ഡ് ആകും. ഓക്കെ, നല്ല രീതിയിൽ ഫൈനാൻസ് ചെയ്യാം. Okay, see the second one. Its components include debts, equity share, preference share and retained earning. നമ്മൾ ഓൾറെഡി പറഞ്ഞു. Other one, it include equity share, preference share, retained earning, long term debt and short term debt or current liabilities. Okay, അതായത് എല്ലാ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലസ് കറന്റ് ലയബിലിറ്റി ആണ് എന്ത് ഫൈനാൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതിലെല്ലാം ഇൻക്ലൂഡ് ആണ്. കറന്റ് ലയബിലിറ്റിയും അതിൽ ഇൻക്ലൂഡഡ് ആണ്. See the third one, it represents type of funds and its proportion. Okay, it represents financial obligation and a company owns to outsider. Okay, ഒരു കമ്പനി പുറത്തുള്ളവർക്ക് എന്ത് കൊടുക്കുന്നു അതാണ് എന്ത് ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇത് ഫണ്ടിങ് ആൻഡ് ഇറ്റ്സ് പ്രപ്പോർഷൻ. ഓക്കെ, ഫോർത്ത് വൺ, ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ഈക്വൽ ടു ഫൈനാൻസ് സ്ട്രക്ചർ മൈനസ് കറന്റ് ലയബിലിറ്റി ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ദ ഫോർത്ത് വൺ. ഓക്കെ, അത് അറിഞ്ഞിരുന്നാൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഫൈനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ടോട്ടൽ ഓഫ് ലയബിലിറ്റീസ് ഓർ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലസ് കറന്റ് ലയബിലിറ്റീസ്. ഓക്കെ, ക്യാപിറ്റൽ CS പ്ലസ് കറന്റ് ലയബിലിറ്റി ആണ് എന്ത് ഫൈനാൻഷ്യൽ സ്ട്രക്ചർ. ഫൈനാൻഷ്യൽ സ്ട്രക്ചർ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചർ ഫൈൻഡ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? അതിൽ നിന്ന് കറന്റ് ലയബിലിറ്റി അങ്ങോട്ട് മൈനസ് ചെയ്യാം. ഓക്കെ, ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കി നിങ്ങൾക്ക് പ്രോബ്ലം അനലൈസ് ചെയ്യാൻ ഈസി ആയിരിക്കും. Now, difference between capital structure and capitalization. See the first one, it is quantitative concept. Capitalization എന്ന് പറയുന്നത് quantitative ആണ്. Capital structure എന്ന് പറയുന്നത് qualitative ആണ്. I know you all know what's the reason, right? Second one, in narrow sense, it is the total amount of capital raised through shares, debentures, bonds, loans and
റിറ്റെയിൻഡ് ഏർണിംഗ്, ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോൺസ്, ലോൺസ്. ഓക്കെ, ഇത് എന്ത് ചെയ്യുന്നത്, മേക്കപ്പ് ചെയ്യുന്നതാണ് എന്ത്, എല്ലാ ക്യാപിറ്റലൈസേഷനും ഫോം ചെയ്യുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. തേർഡ് വൺ, ഇറ്റ് റെഫേഴ്സ് ടു ദ determination of total needs of capital and its structures are arrangement of funds. It include capital structure in itself. Okay, it is a part of capitalization. Capital structure എന്ന് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ്റെ ഒരു ഭാഗമാണ്. It determine the ratio in which the total capital is contributed by different sources. Okay, capitalization നമ്മൾ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയറും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. റൈറ്റ്, ടോട്ടൽ എന്താ ഒരു കമ്പനിയുടെ ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സെർച്ച് ചെയ്ത് ഫൈൻഡ് ചെയ്യും. റൈറ്റ്, അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഫോർത്ത് വൺ, ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ഓവർ ക്യാപിറ്റലൈസേഷൻ, അണ്ടർ ക്യാപിറ്റലൈസേഷൻ. ഓക്കെ, മറ്റത് ഹൈലി ഗിയർഡ് ഓർ ലോ ഗിയർഡ്. Fifth one, it is mainly influenced by the internal requirement of a company. Capitalization എന്ന് പറയുന്നത് internal requirement ആണ്, മറ്റത് external force ആണ്. കാരണം എന്താ, മാർക്കറ്റ് കണ്ടീഷൻ, ഇൻവെസ്റ്റിൻ്റെ എന്താ അവരുടെ സൈക്കോളജി, ഗവൺമെൻറ് പോളിസീസ്, ഇതെല്ലാം ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എന്താ അതിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് ക്യാപിറ്റലൈസേഷനിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല, കാരണം എല്ലാം ഇന്റേണൽ റിക്വയർമെൻറ്റ്സ് ആണ്. ഓക്കെ, now see, this is one example. Just look out this example and I will give you the explanation now. Okay, see, this is our question. Given the following information, we are required to compute capitalization, capital structure and financial structure. See, these are the data that they provide us. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്? ക്യാപിറ്റലൈസേഷൻ ആണ് നമുക്ക് ആദ്യം ഫൈൻഡ് ചെയ്യേണ്ടത്. See, നമ്മൾ ഓൾറെഡി ഇതിൻ്റെ തിയറി പാർട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? മിക്സ് ഓഫ് സോഴ്സസ് അല്ലെ, ലോങ് ടേം ഡെപ്റ്റും പ്ലസ് ലോങ് ടേം ഡെപ്റ്റ് ആൻഡ് ടോട്ടൽ സ്റ്റോക്ക് ഹോൾഡർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ത്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലസ് കറന്റ് ലയബിലിറ്റി ആണ്. റൈറ്റ്, ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഓഫ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ എ കമ്പനി. ഓക്കെ, ദിസ് വാട്ട് ക്യാപിറ്റലൈസേഷൻ മീൻ. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സി, ക്യാപിറ്റലൈസേഷൻ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ്, അപ്പം ക്യാപിറ്റലൈസേഷൻ മീൻസ് ടോട്ടൽ എമൗണ്ട് ഓഫ് സെക്യൂരിറ്റീസ്. റൈറ്റ്, അപ്പം നമുക്ക് ഇവിടെ തന്നിട്ടുള്ളതിൽ എന്തൊക്കെയാണ് ടോട്ടൽ, അത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ലോങ് ടേം ലോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാപിറ്റലൈസേഷൻ. ഓക്കെ, ക്യാപിറ്റലൈസേഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് ഫൈൻഡ് ചെയ്യേണ്ടത്. നമ്മൾ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യേണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റലൈസേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടില്ല ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. റൈറ്റ്, ഇത് ശ്രദ്ധിക്കുക, ടോട്ടൽ എമൗണ്ട് ഓഫ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ എ കമ്പനി, ദാറ്റ് വാട്ട് ക്യാപിറ്റലൈസേഷൻ. അപ്പം നമുക്ക് ഇവിടെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 10 lakh. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, 5 lakh. റൈറ്റ്, ദെൻ ലോങ് ടേം ലോൺസ് എത്രയാ, 2 lakh. ടോട്ടൽ എത്രയായി, 0.00007. സോ നമ്മുടെ ക്യാപിറ്റലൈസേഷൻ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്തു. എത്രയാണ്, 17 lakh. റൈറ്റ്, അത് നമ്മൾ ഫൈൻഡ് ചെയ്തു. ദിസ് വാട്ട് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി സെക്കൻഡ് വൺ. റൈറ്റ്, സെക്കൻഡ് വൺ ക്വസ്റ്റ്യൻ എന്താണ്, എന്ത് കണ്ടുപിടിക്കാനാണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ ഫൈൻഡ് ചെയ്യാനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്തൊക്കെയാണ്, മിക്സ് ഓഫ് സോഴ്സസ്, എല്ലാ സോഴ്സസും ഇൻക്ലൂഡ് ചെയ്ത് ലോങ് ടേം ഡെപ്റ്റും
ആൻഡ് ടോട്ടൽ സ്റ്റോക്ക് ഹോൾഡർ ഇൻവെസ്റ്റ്മെൻറ്റും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ത് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ തന്നത്? ഓൾറെഡി നമ്മൾ ഇത് മൂന്നും എന്താണ് നമ്മുടെ എന്താ സോഴ്സസ് ആണ്, റൈറ്റ്? അപ്പോൾ നമ്മൾ അത് മൂന്നും ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ നമ്മൾ ആഡ് ചെയ്യുന്നു. അതായത് 70 lakh, റൈറ്റ്? പ്ലസ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. റിറ്റെയിൻഡ് ഏർണിംഗ്. നമുക്ക് റിറ്റെയിൻഡ് ഏർണിംഗ് ഉണ്ട്. അതെത്ര? റിറ്റെയിൻഡ് ഏർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രോഫിറ്റ്, അതായത് ഷെയർ ഹോൾഡേഴ്സിന് അവർ ഡിവിഡൻഡ് കൊടുത്ത ശേഷം ബാക്കിയുള്ള തുക, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ നീക്കിയിരിപ്പ്, ഇതാണ് റിറ്റെയിൻഡ് ഏർണിംഗ് എന്ന് പറയുന്നത്. റിറ്റെയിൻഡ് ഏർണിംഗ് എത്ര? 6 lakh, റൈറ്റ്? അത് നമ്മൾ അതിൽ ആഡ് ചെയ്തു. ഇനി എന്തെങ്കിലും ഉണ്ട്? ക്യാപിറ്റൽ സർപ്ലസ് നമുക്ക് എത്രയാണ്? 15,000. അപ്പം ഇതിൻ്റെ ടോട്ടൽ എത്ര വരും? 50,000. ഇതെന്താണ്? നമ്മളെ റിറ്റെയിൻഡ് ഏർണിംഗ് ആൻഡ് ദിസ് ഈസ് ക്യാപിറ്റൽ സർപ്ലസ്. ഓക്കെ, ക്യാപിറ്റൽ സ്ട്രക്ചർ സർപ്ലസും റിറ്റെയിൻഡ് ഏർണിങ്ങും നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫൗണ്ട് ചെയ്യുമ്പം, കാരണം എന്താണ്, എല്ലാ സോഴ്സസിനും നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടിയത് എത്രയാണ്? 23,15,000, റൈറ്റ്? ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ഈക്വൽ ടു 23,15,000, റൈറ്റ്? അപ്പം നമുക്ക് ഇതും ഇവിടെ കിട്ടി. രണ്ടാമത്തെ ആൻസർ കിട്ടി. ഇനി മൂന്നാമത്തത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈനാൻഷ്യൽ സ്ട്രക്ചർ. ഓക്കെ, ഫൈനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈസിയാണ് നമുക്ക്, കാരണം കറണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ഈക്വൽ ടു 23,15,000 ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. കറണ്ട് ലയബിലിറ്റി ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്, 1,15,000, റൈറ്റ്? അപ്പം ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാനാണ് എന്ത് ഫൈനാൻഷ്യൽ സ്ട്രക്ചർ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും ആഡ് ചെയ്താൽ. സോ 0 0 0 0 0 then 5 2. ഓക്കെ, ദിസ് വാട്ട്? അപ്പോൾ നമ്മൾ ഫൈനാൻഷ്യൽ സ്ട്രക്ചറും ഫൗണ്ട് ചെയ്തു, റൈറ്റ്? 25 lakh. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന 3 കാര്യങ്ങളും നമ്മൾ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ഓൾ.